ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ പൊള്ളുന്ന ചൂടിന് നമുക്ക് എത്രത്തോളം വെള്ളം കുടിച്ചാലും മതിയാവില്ല. അപ്പം നമുക്ക് നാരങ്ങ ഉപയോഗിച്ച് 3 വ്യത്യസ്ത രുചികളിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസുമായിട്ടാണ്. ഒന്നാമത്തെ ജ്യൂസിൻ്റെ പേര് ബ്രസീലിയൻ ലൈം ജ്യൂസ്. രണ്ടാമത്തെ ജ്യൂസ് നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ലൈം ജ്യൂസ്. മൂന്നാമത്തേത് വളരെ ഹെൽത്തി ആയിട്ട് ക്യാരറ്റ് ബീട്രൂട്ട് ലൈം ജ്യൂസ്. അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസുകൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാൻ ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാരങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുരുവൊക്കെ കളഞ്ഞു വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. ഒരുപാട് പഞ്ചസാര വേണ്ട. ഇതിന് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുസരിച്ച് വേണം നമ്മൾ മധുരം ചേർക്കാനായിട്ട് പഞ്ചസാര. ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്കൊന്ന് ജസ്റ്റ് 10 സെക്കൻഡ് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഓവറായിട്ട് അങ്ങ് അടിക്കരുത്. അന്നേരത്തേക്ക് ഈ നാരങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞ് നമുക്ക് ഒരുപാട് കയ്പായി പോകും. അപ്പോൾ എന്താ നാരങ്ങ ഈ ഒരു പരുവത്തിന് മതി, ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് നമുക്കിനി അരിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്കിത് ജ്യൂസ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസിൻ്റെ പേരാണ് ബ്രസീലിയൻ ലൈം ജ്യൂസ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു ചെറിയ നമുക്ക് മിൽക്ക് മീഡിൻ്റെ പാലിൻ്റെ രുചി പോലത്തെ ഒരു ജ്യൂസാണിത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ നാരങ്ങ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ശകല സ്പൈസി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരല്പം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2, 3, 4 ഇല പുതിനയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എരിവും ഇഞ്ചിയും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതും നമുക്കൊരു 10 മുതൽ 15 സെക്കൻഡ് വരെ അടിച്ചെടുക്കാം. ഒരുപാട് ഓവറായിട്ട് അടിക്കരുത്. കയ്പ്പ് എപ്പോഴും വരും നാരങ്ങയുടെ. അപ്പം നമ്മളത് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കതൊന്ന് കുടിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുതിർന്നവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുട്ടികൾക്ക് ഇത് ഇത്തിരി സ്പൈസി ആയതുകൊണ്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും ഒരല്പം ക്യാരറ്റൂടെ ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ. നമ്മൾ ഇതിൽ കട്ട് ചെയ്തിട്ടല്ല, നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ബീട്രൂട്ടും ക്യാരറ്റും നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണമല്ലോ. അപ്പം ഇതിലേക്ക് നീര് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇത് നമുക്ക് അരച്ചെടുത്ത് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 3 ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വളരെ ഹെൽത്തി ആയ ജ്യൂസാണ് നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു എക്സ്ട്രാ കൂളിംഗ് എഫക്റ്റാണ് നമ്മുടെ ലൈം സ്പൈസി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജ്യൂസാണ് നമ്മുടെ ബ്രസീലിയൻ ലൈം ജ്യൂസ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന 3 തരം ജ്യൂസുകളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചൂടുകാലത്ത് എല്ലാവരും വ്യത്യസ്തമായ ഈ ലൈം ജ്യൂസ് ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.